ഇതേപോലെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇപ്പോൾ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ്: അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് മാരകമായ വസൂരി രോഗം പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കൂരയുണ്ടാക്കി വസൂരി വന്നയാളെ അതിലേക്ക് മാറ്റുകയാണ് പതിവ്. ആരെങ്കിലൊക്കെ മരുന്നോ വെള്ളമോ കൊടുത്താലായി എന്ന സ്ഥിതിയാണ്. ഇതിനിടയ്ക്ക് വേദന കൊണ്ട് രോഗി നിലവിളിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാമായിരുന്നു. ഈ ദുരിതത്തിൻ്റെ എല്ലാം അവസാനം രോഗി മരിച്ചു പോവുകയാണ് എങ്കിൽ ആ കൂരയടക്കം കത്തിച്ചു കളയും. എന്തൊരു ഭീകരതയാണ് എന്നാലോചിച്ചു നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ അമ്മയെയും പടവരമ്പത്തൊരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റി. ഞാനാണെങ്കിൽ അന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാച്ച് പിടിക്കുന്ന സമയത്ത് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി ആ പടവരമ്പത്ത് നിർത്തി കൈ ചൂണ്ടി കാണിക്കും. ആ കൂരയിലെ അമ്മയുണ്ട് എന്ന് പറയും. ഒരു പക്ഷേ ആ ഓലപ്പഴുതുകൾക്കിടയിലൂടെ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ഞാനൊന്നും അറിയാതെ കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു പോരും. അന്നൊക്കെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്ന്. അമ്മ പോയതിന് ശേഷവും അതിൻ്റെ കുറവറിയിക്കാതെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. പക്ഷേ അധികം വൈകാതെ അച്ഛനും ജ്വരം പിടിപെട്ടു. മരണക്കിടക്കയിൽ അച്ഛൻ കിടക്കുമ്പോൾ ഉറക്കമില്ലാതെ പേടിച്ചരണ്ട് അമ്മയില്ലാത്ത ഞങ്ങൾക്ക് അച്ഛനെയെങ്കിലും തരണേ പൊന്നു തമ്പുരാനെ എന്ന് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളുടെ വിളി കേട്ടില്ല. അമ്മയില്ലാത്ത ഞങ്ങളെ കുരുന്നുകളെ തരിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കട്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അല്ല, നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലങ്ങളായിട്ട് സഖാവിൻ്റെ ശബ്ദം ആരും ഇങ്ങനെ സ്റ്റേജിൽ പറയുന്നില്ലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ശബ്ദം ഒന്ന് കേൾക്കുന്നത്. അതിലെ രണ്ടാമത്തെ ശബ്ദം, ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് സാധാരണ മിമിക്രിക്കാർ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. ഇപ്പോൾ കേട്ട ശബ്ദമാണ് റിയൽ ശബ്ദം.